മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇതെൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ് 4-മത്തെയാണ്. ഇതിൽ പാർട്ട് 1 കാൽക്കുലേഷൻ ആണ്. ഇതുവരെയുള്ള എല്ലാ സ്റ്റിച്ചിങ് ക്ലാസ്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതോടൊപ്പം തന്നെ ഒരു ബ്ലോഗും കൂടി ഉണ്ട്. ബ്ലോഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തുണി എടുക്കണം, മടക്കണം, ഇന്ന രീതിയിൽ ചെയ്യണം, ഇന്ന കാൽക്കുലേഷൻ ചെയ്യണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഞാൻ മലയാളത്തിനാണ് ഈ ബ്ലോഗിൽ ടൈപ്പ് ചെയ്തേക്കുന്നത്. എല്ലാവർക്കും ഇത് നോക്കുക. നമ്മളൊരു സ്റ്റിച്ചിങ് ബുക്ക് വായിക്കുന്ന രീതിയിൽ ഞാൻ അതിലെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാനത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ വേണ്ടി മാത്രമാണ്, ഉപകാരത്തിൽപ്പെടുന്നെന്ന് അറിയാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സിംഗിൾ കട്ട് ഫ്രോക്കാണ്. ഇത് ലെങ്ത് 27 ചെസ്റ്റ് 21 ആണ് എടുത്തേക്കുന്നത്. ഈ ചെസ്റ്റ് മാത്രം കിട്ടി കഴിഞ്ഞാൽ എങ്ങനെ ബാക്കി അളവുകൾ കണ്ടെത്താം എന്നുള്ളതാണ് ഈ ഫ്രോക്കിന്റെ ഇതിൽ ഞാൻ ചെയ്തേക്കുന്നത്. അല്ലാണ്ട് നമുക്ക് ബോഡീന്റെ മെഷർമെന്റ് എടുത്ത് നമുക്ക് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് വേറെ വീഡിയോയിൽ കാട്ടിത്തരാം. ഓരോ വീഡിയോയിൽ ഓരോ രീതിയിലുള്ള ടെക്നിക്കുകളാണ് ഞാൻ പറഞ്ഞിരുന്നത്. ചെസ്റ്റ് 21 ആണ്. ഇപ്പൊ 0 to 1 അതായത് ഫുൾ ലെങ്ത് പ്ലസ് 3 ഇഞ്ച്. അതായത് 0 to 1 എന്ന് പറഞ്ഞാൽ ലെങ്ത് നമുക്ക് 27 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അതിനൂടെ 3 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി ഞാൻ 30 ഇഞ്ച്. 3 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടണം എന്നില്ല, 1.5 ഇഞ്ചായാലും മതി. ഞാൻ 3 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കുട്ടികൾക്കാണ് ഉടുപ്പ് തയ്ക്കണേ എന്നുണ്ടെങ്കിൽ നമുക്ക് കൊച്ചു പൊക്കം വെക്കുമ്പോൾ നമുക്ക് ഉടുപ്പിന് ഇറക്കം കുറയുമല്ലോ. അപ്പൊ നമുക്ക് അടിയത്തെ സ്റ്റിച്ച് അഴിച്ചിടാൻ കൂടി കണക്കാക്കിയാണ് ഞാൻ 3 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തേക്കുന്നത്. അങ്ങനെ 27 + 3 30 ഇഞ്ച് നമുക്ക് ഫുൾ ലെങ്ത് വേണ്ടി വരും. അടുത്ത് 0 to 3 എന്ന് പറയുന്നത് ഹാഫ് ഷോൾഡർ ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ, ചെസ്റ്റ് നമുക്ക് 21 ആണ് കിട്ടിയേക്കുന്നത്. 21 / 5 ചെയ്യാം. അപ്പം നമുക്ക് 4.2 ഇഞ്ച് കിട്ടും. അതാണ് 0 to 3 എന്ന് പറയുന്നത്. 0 to 5 എന്ന് പറയുന്നത് നെക്ക് വെഡ്ത്ത് ആണ്. അതായത് ചെസ്റ്റ് 21 / 12 ചെയ്യാം. അപ്പം നമുക്ക് കിട്ടുന്നത് 1.25. ഇതാണ് നമ്മുടെ നെക്ക് വെഡ്ത്ത്, അതായത് കഴുത്ത് അകലം. അടുത്ത് നെക്ക് ഡെപ്ത്, അതായത് കഴുത്ത് ഇറക്കം. 5 to 6 എന്ന് പറയുന്നത് ചെസ്റ്റ് / 6 ചെയ്യാം. 21 / 6 ചെയ്യുമ്പോൾ നമുക്ക് 3.5 ഇഞ്ച് കിട്ടും. അടുത്ത് 3 to 4 അതായത് ആം ഹോൾ ഇറക്കം എന്ന് പറയില്ലേ, അത് 0 to 3. അതായത് നമുക്ക് ഷോൾഡർ എത്രയാണോ കിട്ടിയേക്കണേ അത്ര തന്നെ നമുക്ക് ആം ഹോളായിട്ട് എടുക്കാം. അപ്പൊ 4.25 തന്നെ വരും. അടുത്ത് 0 to 2 അതായത് വണ്ണം കണ്ടുപിടിക്കാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ചെസ്റ്റ് നമുക്ക് 21 കിട്ടി. 21 3 ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് അതിനെ നമ്മൾ 4 ഡിവൈഡ് ചെയ്യും. അപ്പൊ 21 + 3 എന്ന് പറയുമ്പോൾ 24 വരും. 24/4 ചെയ്യാം. അപ്പൊ 6 ഇഞ്ച് കിട്ടി. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പായോ 1.5 ഇഞ്ചും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 7.5 ഇഞ്ച് കിട്ടി. ഇത് കുട്ടികളുടെ കാര്യത്തിലാണ്. ഇനി വലിയവരുടെ കാര്യത്തിലാണെങ്കിൽ ലൂസ് വേണ്ട, കറക്റ്റ് ബോഡി ഷേപ്പിൽ തന്നെ കിടന്നാൽ മതി എന്നുണ്ടെങ്കിൽ 3 ഇഞ്ച് ലൂസ് ഇടണം എന്നില്ല. ഡയറക്റ്റ് ആയിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രം ആഡ് ചെയ്താൽ മതി. പിന്നെ അടുത്തത് അടിയത്തെ വിരിവ് എന്തോരം വേണം എന്നുള്ളത്. 1 to 7 എന്ന് പറയുന്നത് 0 to 2ന്റെ 2 ഇരട്ടി. 0 to 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ 1 ആണ്. ഈ വണ്ണത്തിന്റെ 2 ഇരട്ടി ചെയ്യുമ്പോൾ 7 × 2 അതായത് 15 ഇഞ്ച്. ഇതൊരു സൈഡിലേക്ക് മാത്രമാണ്. അങ്ങനെ ഫ്രണ്ടിലേക്ക് മൊത്തമായിട്ട് 15 ഇഞ്ച്, 15 + 15 എന്നൊരു 30 ഇഞ്ച് നമുക്ക് ഫ്രണ്ടിലേക്ക് മാത്രമായിട്ട് വേണ്ടി വരും. പിന്നെ 7 to 8 1 ഇഞ്ച് നമ്മളിങ്ങനെ വരച്ച് കയറ്റുന്നതിന്റെ സൈഡ് ഇങ്ങനെ തൂങ്ങി പോവാണ്ടിരിക്കാനാണ് 1 ഇഞ്ച് കൊടുക്കുന്നത്. ഇത്രയാണ് സിംഗിൾ കട്ട് ഫ്രോക്കിലുള്ളത്. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ബാക്കി വീഡിയോസും കാണാം. ഞാൻ എടുത്തേക്കുന്നത് ഇതൊരു സാരിയാണ്. സാരിയുടെ നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് 0 to 1 നമുക്ക് 30 ഇഞ്ചാണ് ആവശ്യം. അതുപോലെ തന്നെ 1 to 7 നമുക്ക് 15 ഇഞ്ച്. അപ്പോൾ ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് എന്ന രീതിയിൽ 30 ഇഞ്ചോളം നമുക്ക് ഫ്രണ്ടിലേക്ക് മാത്രമായിട്ട് നമുക്ക് വേണ്ടി വരും. ഉടുപ്പിന്റെ വിരിവ്. അപ്പൊ നമ്മൾ തുണി എടുക്കുമ്പോൾ ഒരു സൈഡിലേക്ക് 30 ഇഞ്ച് എന്ന രീതിയിൽ, 2 സൈഡിലേക്ക് കൂടി 60 ഇഞ്ച് വീതിയും നീളം, ഒരു സൈഡിലേക്ക് 30 എന്ന രീതിയിൽ, ഫ്രണ്ടിലേക്ക് 30 ഇഞ്ച് നീളം എന്ന രീതിയിൽ, ബാക്കിലേക്ക് 30. അപ്പൊ രണ്ടും 60 ഇഞ്ച് എന്ന രീതിയിൽ വേണം എടുക്കാനായിട്ട്. ഞാൻ എടുത്തേക്കുന്നത് സാരിയാണ്. അപ്പൊ നമുക്ക് നീളവും വീതിയും നമുക്ക് 60 ഇഞ്ച് എന്ന രീതിയിൽ തന്നെ നമുക്ക് വേണം. അപ്പൊ സാരി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് വരുന്നത്.
ഇങ്ങനെയാണ് സാരി വരുന്നത്. ഈ സാരിയുടെ നീളം ഞാൻ എടുത്തേക്കുന്നത് 30 ഇഞ്ച് എന്ന രീതിയിൽ നീളം എടുത്തിട്ടുണ്ട്. അങ്ങനെ വീതി മൊത്തം 60 ഇഞ്ച് എന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന സാരിനെ ഞാനിങ്ങനെ രണ്ടാക്കി മടക്കി ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ച് ഞാൻ രണ്ടാക്കി മടക്കി. ഈ മടക്കിയ തുണി, അതായത് ഇത് ഫ്രണ്ടായി ഇത് ബാക്കായി. പക്ഷെ നമുക്ക് അടയാളപ്പെടുത്തണ്ടേ? അപ്പൊ ഞാൻ അതിനെ ഒന്നും കൂടി രണ്ടാക്കി മടക്കി. അപ്പൊ മൊത്തം 4 മടക്കായി. കണ്ട, 1 2 3 4. അപ്പൊ 4 ഭാഗത്താണ് നമ്മൾ അടയാളപ്പെടുത്തുക. തുണീനെ ഇങ്ങനെ മനസ്സിലായെന്ന് വിചാരിക്കണം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ച് ഒന്ന് നോക്കി മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെ ഞാൻ നല്ല തുണീനെ അങ്ങനെയാണ് മടക്കിയത്. ഇത് മാറ്റി വെക്കാണ്. ഞാൻ കാട്ടി തന്നോളൂ, സാരിയാണ് ഇട്ടത്. ഇനി ലൈനിങ് തുണി എടുക്കാണ്. ഇത് നിങ്ങൾ വാങ്ങുന്ന തുണി ഈ പറഞ്ഞ പോലെ ചില തുണികൾക്ക് ഡിസൈൻ ഉണ്ടാവും. അപ്പൊ ഡിസൈൻ ഉണ്ടാവുമ്പോൾ എങ്ങനെ മടക്കും എന്നൊരു ചെറിയ കൺഫ്യൂഷൻ വരില്ലേ? അപ്പൊ അതില്ലാണ്ടിരിക്കാൻ 2 രീതിയിലാണ്. ഇതിപ്പോ ഒരു മെത്തേഡ് മടക്കേണ്ട രീതി. ഇത് അടുത്തതാണ്. എൻ്റെ ഡിസൈനുള്ള തുണി കിട്ടുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. അതെ, ഇത് ലൈനിങ് തുണിയാണ്. ഇങ്ങനെ ഈ ലൈനിങ് തുണിനെ ഞാൻ രണ്ടാക്കി മടക്കി. എന്നിട്ട് അതിനെ വീണ്ടും ഒന്നും കൂടി മടക്കി. മടക്കണ മുൻപ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഒരു സൈഡിലേക്ക് നമുക്ക് വിരിവ് വരുന്നത് 15 ഇഞ്ചാണല്ലോ. ഞാൻ ഈ ലൈനിങ് തുണീനെ ഞാൻ 15 ഇഞ്ച് മാത്രമായിട്ട് എടുത്തിട്ടാണ് മടക്കിയത്. ബാക്കിയുള്ളത് മൊത്തം നമുക്ക് ഈ ബ്ലൗസിന് പട്ടയ്ക്ക് വേണ്ടിയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്കേർട്ടിന് ഈ തുണികളൊന്നും വെറുതെ വേസ്റ്റ് ചെയ്ത് കളയരുത്. അപ്പൊ അതുകൊണ്ടാണ് ഈ തുണിനെ ഇങ്ങനെ മടക്കിയത്. അതായത് ഇങ്ങനെ കിടന്ന തുണീനെ ഇങ്ങനെയുള്ള തുണി രണ്ടാക്കി മടക്കി, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വീണ്ടും ഒന്നുകൂടി മടക്കി. അപ്പൊ 2 മെത്തേഡാണ്. ഈ ലൈനിങ് തുണി മുകളിന് താഴേക്കാണ് മടക്കിയെങ്കിൽ സാരി ഞാൻ ഇവിടുന്ന് ലെഫ്റ്റിന്ന് റൈറ്റിലേക്കാണ് മടക്കിയത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണേ. അപ്പൊ നമുക്ക് ഡിസൈനുള്ള വല്ല തുണിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2 രീതിയിൽ മടക്കാൻ പറ്റും. ഞാൻ ഇപ്പൊ ആദ്യം ലൈനിങ് തുണിയിലാണ് അടയാളപ്പെടുത്താൻ പോകുന്നത്. നമുക്കിനി എടുക്കേണ്ടത് ലെങ്ത് നമുക്ക് 30 ഇഞ്ചാണല്ലോ. 30 ഇഞ്ച് വേണം. പക്ഷെ ലൈനിങ് ആയതുകൊണ്ട് നമുക്ക് ലെങ്ത് വന്നേക്കുന്നത് 27 ഇഞ്ചാണ് ലെങ്ത് നമുക്ക് ആവശ്യമുള്ളത്. ലൈനിങ് ആയതുകൊണ്ട് 27ന് ഞാനൊരു 2 ഇഞ്ച് കുറച്ച് 25 ഇഞ്ച് എടുക്കുകയാണിത്. ഇവിടുന്ന് ഇവിടത്തോളം വരെ 25 ഇഞ്ച് ഉണ്ട്. 25 ഇഞ്ച് ഞാൻ ലൈനിങ് എടുത്തു. പിന്നെ വീതി ഞാൻ 15 ഇഞ്ച് എടുത്തു. ഇത്ര കാര്യം ശരിയായിട്ടുണ്ട്. ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാല് 0 to 1 കഴിഞ്ഞ് 0 to 3 ആണ്. അതായത് 4.2. ഇവിടുന്ന് ഇത് ഫോൾഡ് ഭാഗമാണ്. എപ്പോഴും അത് ഓർമ്മ വരണം. മടക്ക് ഇവിടെ വരണം കേട്ടോ. അതായത് 0 to 3 ഷോൾഡർ 4.2. ഞാൻ ഇവിടെ നിന്ന് 4.2 അടയാളപ്പെടുത്തി. 0 to 5 വരുന്നത് നെക്ക് വെടുത്ത് 1.25. ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് 1.25 ഇവിടെ അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞാൽ 5 to 6 അത് നെക്ക് വെടുത്ത് ഇങ്ങനെ പിടിച്ച്, നെക്ക് വെടുത്തല്ല സോറി നെക്ക് ഡെപ്ത് ഇങ്ങനെ പിടിച്ച് ഞാൻ 3.5 അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞ് നമുക്ക് നെക്ക് വെടുത്ത് നമുക്ക് 1.25 1.25 എവിടെ വരണമെന്ന് നോക്കിയിട്ട് 1.25 അടയാളപ്പെടുത്തി ഇവിടെ വരും. അതുപോലെ തന്നെ നമുക്ക് ആം ഹോൾ 3 to 4 4.2 ആണ്. അതിങ്ങനെ വെച്ചിട്ട് ഞാൻ 4.2 അടയാളപ്പെടുത്തി. ഇവിടെ ഷോൾഡർ എത്ര വരണേ? 4.2 തന്നെയാണ്. ആ 4.2 എവിടെ വരണേ നോക്കി ഇവിടെ വരും. ഇങ്ങനെ എന്ന രീതിയിൽ അടയാളപ്പെടുത്തി. മനസ്സിലായില്ലേ? ഇനി എടുക്കണ്ട, ഇങ്ങനെ തന്നെ പിടിക്കുക. എന്നിട്ട് നമുക്ക് ഇനി ആവശ്യം നമുക്ക് 1 അടയാളപ്പെടുത്തും. നമുക്ക് മൊത്തം വരുന്നത് 6 ആണ്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 7.5 വരും. അപ്പൊ ഇങ്ങനെ തന്നെ പിടിച്ച് ഞാൻ 7.5 അടയാളപ്പെടുത്തി. അതോടൊപ്പം തന്നെ ഞാൻ 6 അടയാളപ്പെടുത്തി. ഇനി ഞാൻ സ്കെയിൽ എടുത്തു. ഇങ്ങനൊരു ബോക്സ് പോലെ വരയ്ക്കണം. ഓരോന്നും ഞാൻ നെക്ക് ബോക്സ് പോലെ വരച്ചു. അത് കഴിഞ്ഞ് ആം ഹോളും ബോക്സ് പോലെ വരച്ചു.
കണ്ട ഇവിടെയാണ് നമ്മുടെ ശരിക്കുള്ള ബോഡിന്ന് എടുത്ത മെഷർമെന്റ് അനുസരിച്ച് ഇവിടെ വരും. ഇത്രയും തയ്യൽ തുമ്പാണ്. ഇനി ചെയ്യേണ്ട വെച്ചാല് ഇത് 4.2 ആണ്. അതിന്റെ നേർപ്പകുതി നോക്കാം. പകുതി വരുമ്പോൾ ഇവിടെ വരും. ഈ വരയ്ക്കും ഉള്ളിൽ വേണം കയറി വരാനായിട്ട്. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കയറി വരച്ചു. ഇപ്പോൾ തുടക്കക്കാരാവുമ്പോൾ ഇപ്പോഴും ഇങ്ങനെ കയറുവ് കൈകൊണ്ട് വരച്ച് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രഞ്ച് കയറുവ് അല്ലെങ്കിൽ ആമ്പൂൾ കയറുവ് വെച്ച് നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഇത് 3.5 അതിൻ്റെ നേർപ്പകുതി എടുക്കാം. ഇവിടെ വരും. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഒരു കർവ് കൊടുക്കാം. കണ്ടോ? അതുപോലെ ഇനി ഇത് നമുക്ക് കുറച്ചുകൂടി ഒന്ന് വൈഡാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വേണമെങ്കിൽ ഒരു പൊടിക്ക് വേണമെങ്കിൽ ബാക്കിലേക്ക് ഇങ്ങനെ ഇറക്കി നല്ല ഭംഗിയിൽ ഇങ്ങനെ എടുക്കണമെങ്കിൽ എടുക്കാം. അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ ഈ നെക്ക് ഈ റൗണ്ട് എന്നുള്ളത് മാറ്റി വേറെ പല രീതിയിലും കാട്ടിത്തരാം കേട്ടോ. ഇത്രയാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. ഇനിയുള്ളത് വെച്ചാൽ നമുക്ക് അടിയിൽ 1 ഇഞ്ച് ഓൾറെഡി 15 ഇഞ്ച് ഉണ്ടല്ലോ നമ്മുടെ. അത് കഴിഞ്ഞ് ഇങ്ങനെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഞാൻ 1 ഇഞ്ച് മേലോട്ട് അടയാളപ്പെടുത്തി എന്നിട്ട് ഇങ്ങനെ പിടിച്ചത്. ഇത് ഇങ്ങനെ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ പിടിക്കാം. എവിടെയാണോ നമ്മുടെ ടേപ്പ് വന്ന് മുട്ടണ വെച്ചാൽ അവിടത്തോളം വരെ ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ നമുക്ക് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ തയ്യൽ തുമ്പ്. ഇവിടെ നിന്ന് വേണം ഇങ്ങോട്ടേക്ക് എടുക്കാനായിട്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ ഇപ്പൊ വരച്ച് കാട്ടണമെന്നുണ്ടെന്നുള്ളൂ. പക്ഷെ ഞാൻ കട്ട് ചെയ്യുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനേക്കാളും ഇറക്കം കൂടുതലാണ് നമ്മുടെ ശരിക്കുള്ള തുണിക്ക്. ഇത് ലൈനിങ് തുണി ഞാൻ ഓൾറെഡി ഇപ്പൊ 25 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. നമുക്ക് ആവശ്യം 27 ഇഞ്ചാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഇങ്ങനെ എടുത്തു എന്നുള്ളൂ. ഇനി നമുക്ക് കട്ട് ചെയ്യണം. ഇനി നമുക്കിത് കട്ട് ചെയ്യണമല്ലോ. ഇങ്ങനെ ഒരുമിച്ച് കട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലൈനിങ് തുണി ഞാൻ കട്ട് ചെയ്യാത്തത്. ഞാനിത് ഇപ്പം ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഞാനിങ്ങനെ വെച്ചു. അതോടൊപ്പം തന്നെ ലൈനിങ് തുണി ഇതിൻ്റെ മേലേക്ക് ഞാൻ വെച്ചു. നമുക്ക് ആ ലൈനിങ് തുണി വെട്ടി മാറ്റിയിട്ട് നല്ല തുണിയുടെ മേലെ കട്ട് ചെയ്ത് ലൈനിങ് തുണി വെക്കാം. പക്ഷെ ഞാനിപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങനെ വെക്കണം എന്നുള്ളൂ. ഇങ്ങനെ ഞാൻ വെച്ചു. എന്നിട്ട് ഞാൻ കട്ട് ചെയ്യാൻ പോവാ. ഇനി ഇതിൽ ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിവിടെ ഇറക്കം വന്നേക്കുന്നത് 30 ഇഞ്ചിലേക്കാണ്. നമുക്ക് ആവശ്യം എത്രയാണ്? 27 ഇഞ്ചാണ്. അതായത് ഇവിടത്തോളം ആണ് നമുക്ക് ആവശ്യം. ബാക്കി നമ്മൾ മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് വേണം നമുക്ക് വരയ്ക്കാനായിട്ട്. അതായത് ആം ഹോളിന്റെ അവിടെ നിന്ന് താഴേക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണേ. ഇങ്ങനെ പിടിച്ചിട്ട് ഇതെല്ലാം ഒക്കെ ഒപ്പത്തിനൊപ്പം വെച്ച് ഇവിടുന്ന് ഇത്രയും ഡിഫറൻസ് വന്നതുകൊണ്ടാണ് ഞാൻ ലൈനിങ് തുണി വെട്ടി മാറ്റാണ്ട് ഇതിന്റെ മേലെ വെച്ച് വെട്ടാന്ന് വിചാരിച്ചത്. ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇവിടേക്ക് ഇങ്ങനെ പിടിക്കാം. പിടിച്ചിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തുക. എവിടെയാണ് ഇത് വന്നേക്കണേന്ന് വേണ്ട. വ്യത്യാസം കണ്ട് എന്തുമാത്രം വ്യത്യാസം വന്നു എന്നുള്ളത്. ഇങ്ങനെ വെച്ചു. ഇത്രയും വ്യത്യാസം വരാൻ കാരണം എന്താന്ന് വെച്ചാൽ 3 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് എക്സ്ട്രാ ഞാൻ താഴെ ആഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഡിഫറൻസ് വന്നത്. ഇങ്ങനെ ഞാൻ വരച്ചു. ഇനി ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. ഇനി ഞാൻ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇതിങ്ങനെ ഇവിടെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി
എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിങ്ങനെ ഈ തുമ്പ് ഒപ്പത്തിനൊപ്പം വെച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. കാരണം സെൻറ്റർ അത് തന്നെയാണെന്ന് നമുക്കറിയാൻ വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ ഇവിടെയാണല്ലോ നമ്മുടെ നെക്കിൻ്റെ വെടുത്ത് വന്നിരിക്കുന്നത്. അതിങ്ങനെ ഒപ്പത്തിനൊപ്പം വെച്ച് ഇങ്ങനെ മടക്കാം. മടക്കിയിട്ട് അതും ഇതുപോലെ തന്നെ ചെറിയൊരു കട്ട് ചെയ്ത് മാറ്റാം. അപ്പം നമുക്ക് കറക്റ്റായിട്ട് അറിയാം ഇവിടെയാണ് നമ്മുടെ നെക്ക് വന്നേക്കുന്നത്, നെക്കിൻ്റെ വെടുത്ത് വന്നേക്കുന്നത്. കണ്ടാ, ഇത് സെൻറ്റർ പോർഷൻ. ഇനി നമുക്ക് ചെയ്യാനുള്ള വെച്ചാൽ ഇത് നമ്മുടെ കാർബൺ പേപ്പറാണ്. പിന്നെ എളുപ്പമാർഗം കാട്ടിത്തരണമെന്നുള്ളൂ. ഇതിനെ നമുക്ക് ഈ നെക്ക് ഒരു സൈഡിലല്ലേ ഉള്ളൂ, ഇപ്പുറത്തെ സൈഡിലും വരയ്ക്കണം, നമ്മുടെ ബാക്കിലത്തെ ലൈനിങ് തുണിയിലും ഇവിടെയും വരയ്ക്കണം. ഇതാണ് നമ്മുടെ കാർബൺ പേപ്പർ. ഈ പേപ്പറിനെ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ വെക്കും. ഇങ്ങനെ വെക്കുമ്പോൾ ഒരു സൈഡിലല്ലേ വരുള്ളൂ, ഇപ്പുറത്തെ സൈഡിലും വരാൻ എന്ത് ചെയ്യണം, ഇതൊന്നൊരു പീസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റും. എന്നാലാണ് അപ്പുറത്തെ സൈഡിൽ വരുള്ളൂ. ഇതിൽ വേറെ കാർബൺ പേപ്പർ ഉണ്ട്, പക്ഷെ ഞാനത് ഷെൽഫിലെടുത്ത് വെച്ചേക്കാം. ഇത് എവിടെയാണെന്ന് നോക്കണം. അപ്പം അതിനേക്കാളും നല്ല തൽക്കാലത്തേക്ക് നമുക്ക് ഒരു സൈഡിൽ മാത്രമായിട്ട് ഇങ്ങനെ വെക്കുക. ഇതിങ്ങനെ ഒപ്പത്തിനൊപ്പം ഇടുക. ഇതാണ് നമ്മുടെ വീട്. ഇതിങ്ങനെ പിടിക്കുക, ഇങ്ങനെ വരയ്ക്കുക. നോക്കിയതേ, ഇവിടെ ഉണ്ടാ മാർക്ക് വന്നേക്കണണ്ട. അതോടൊപ്പം തന്നെ ഇപ്പുറത്ത് തെളിഞ്ഞില്ലല്ലോ. ദേ ഉപയോഗിച്ച് ഇതിന്റെ മഷി മൊത്തം തീർന്നു. അല്ല, ഇപ്പുറത്തും വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ സൈഡിലും കൂടി വരണം. നമുക്കിനി പുതിയ കാർബൺ പേപ്പർ എടുക്കണം. ഉപയോഗിച്ച് ഇതിന്റെ പരിപ്പിളകിയിരിക്കാം. കണ്ടാതെ ഇവിടെയും വന്നു. കറക്റ്റായിട്ട് കിട്ടിയില്ലേ? നമുക്കിത് ഇനി ചോക്ക് ഉപയോഗിച്ച് വരയ്ക്കാം. ഇത് നിവർത്തി കാട്ടിത്തരാം, നല്ല കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. കണ്ട നെക്ക് വന്നേക്കാൻ കണ്ട, അതിങ്ങനെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയിൽ കിട്ടിയില്ലേ? നമ്മൾ ചോക്ക് ഉപയോഗിച്ച് ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ നമ്മൾ വരയ്ക്കണേ. ബാക്കിൽ നമുക്ക് വള്ളി വെക്കണം എന്നുണ്ടെങ്കിൽ മാത്രം നമുക്കിപ്പോൾ ബാക്കി വന്ന ലൈനിങ് തുണിയാണ്. ഇതിപ്പോൾ എന്തോരം ഉണ്ട് നോക്കട്ടെ. ഇതിപ്പോൾ 25 ഇഞ്ച് ഉണ്ട്. ഇവിടെ വീതി നമുക്ക് ഏകദേശം ഒരു 4 ഇഞ്ച് ഉണ്ട്. പിന്നെ ഈ ഒരു അളവിൽ ഞാൻ എടുത്തിട്ട് 4 ഇല്ല, ഇവിടെ 4 ഇഞ്ചുള്ളുണ്ട്. എന്നോട് ഒരു 6 ഇഞ്ച് എടുക്കാം. ഇതിനെ ചെരിച്ച് ഇങ്ങനൊരു വര വരയ്ക്കുന്നു. അതിനെ വെട്ടിയെടുക്കുക. അപ്പോൾ ഒരു സൈഡിൽ വീതി കൂടുതൽ, ഒരു സൈഡിൽ വീതി കുറവെന്ന രീതിയിൽ ഞാൻ ഈ ലൈനിങ് തുണി തന്നെയാണ് ഞാനിപ്പോൾ ബാക്കിൽ ബോ കെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത്. രണ്ടാക്കി മടക്കിയിട്ട് എടുത്താൽ മതിയല്ലോ, നിർബന്ധമില്ല, അത് ആവശ്യക്കാർക്ക് ചെയ്യാം. നമുക്ക് വേസ്റ്റ് എവിടെ വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇത് കൂട്ടി വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി, കറക്റ്റ് ആ പൊസിഷനിൽ വെച്ചിട്ട്. ഇതിപ്പോ 2 പീസ് ഉണ്ട്. വെച്ച് സെന്റർ കട്ട് ചെയ്യാണ്. ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ച് സെന്റർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ജസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ച് ഈ സൈഡിൽ കോഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കാം. അത്ര മാത്രമേ ഉള്ളൂ. ആദ്യം തന്നെ ഞാൻ വെട്ടിയേക്കുന്ന തുണിയുടെ ഇത് നല്ല വശമാണ്. നല്ല വശവും തമ്മിൽ കൂട്ടി ഇങ്ങനെ വെച്ച് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് താഴെ വരെ വന്ന് ഇവിടെ
ഞാൻ ഒരു ഏകദേശം 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ഞാൻ സ്റ്റിച്ച് നിർത്താണ്. എന്നിട്ട് മൊത്തം ഈ തുണിനെ മറിച്ച് പുറത്തേക്ക് എടുക്കാണ്. നല്ല ഭാഗം ഞാൻ പുറത്തേക്ക് എടുക്കാണ്. നമുക്ക് ആദ്യം അത് ചെയ്യാം. അങ്ങനെ നമ്മൾ മൊത്തം പുറത്തേക്ക് ഇങ്ങനെ എടുത്തു. നല്ല രീതിയിൽ അയൺ ചെയ്യുകയാണ്, നല്ല ഭംഗി ഉണ്ടാവും, നമുക്ക് കിട്ടും. ഇതേപോലെ നമുക്ക് മറ്റേ സൈഡും കൂടിയും ചെയ്യാം. ഞാൻ രണ്ടും നല്ല വശത്ത് ഞാൻ ലൈനിങ് തുണി വെക്കുകയാണ്. ലൈൻ തുണി വെക്കാന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത ഭാഗം ഫ്രണ്ടിലേക്ക് വരണം, എന്നാലാണ് നമുക്ക് നെക്ക് അടിച്ച് മറിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഒപ്പത്തിനൊപ്പം ഞാൻ വെച്ചു. ഇങ്ങനെ ഒപ്പത്തിനൊപ്പം വെച്ച് ഞാൻ പിന്നെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നെക്ക് സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് 2 സൈഡ് ആംഹോൾ ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ഗ്യാപ്പിൽ ഇങ്ങനെ 2 ആംഹോളിൻ്റെ അവിടെയും സ്റ്റിച്ച് ചെയ്തെടുക്കണം. മനസ്സിലായെന്ന് വിചാരിക്കും. ഇല്ല കിട്ടും. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യാനനുസരിച്ച് തുണി ഇങ്ങനെ പതുക്കി ഇങ്ങനെ നീക്കി കൊടുക്കാം. നമുക്കതിനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ ശരിയായില്ലെങ്കിൽ ഇങ്ങനെ പതുക്കെ പൊന്തിക്കുക, ഇങ്ങോട്ട് തിരിച്ചു വയ്ക്കുക, താഴ്ത്തുക, ഇങ്ങനെ പതുക്കെ അടിക്കാം. അടിച്ച് വീണ്ടും ചെരിവ് വരുമ്പോൾ വീണ്ടും പൊന്തിച്ചിട്ട് താഴ്ത്തുക, വീണ്ടും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ഇതുപോലെ തന്നെ കയറി എപ്പോഴും ശരിയായാലാണ് നമ്മുടെ കഴുത്തിന് ഭംഗി കിട്ടുന്നത്. നമുക്ക് തുടക്കക്കാരാകുമ്പോൾ എല്ലാവരും യൂട്യൂബിൽ അതിലൊക്കെ സ്പീഡിൽ തയ്ക്കണ കണ്ടിട്ട് നമുക്കത് തയ്ക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കേണ്ട. എപ്പോഴും തുടക്കക്കാരെ എപ്പോഴും പതുക്കെ തന്നെ തയ്ച്ചു കൊടുക്കുക. സാവകാശം നമുക്കത് തയ്ച്ച് എക്സ്പീരിയൻസ് ആവുമ്പോൾ ശരിയാവും. പിന്നെ നമുക്കിനി ആംഹോള് സ്റ്റിച്ച് ചെയ്യണം. ക്കാർക്ക് വേണ്ടിയായിട്ട് ഞാൻ പറയുന്നത് ആ ഒരു ഇത് കൂടെ ആ ഒരു മാർക്ക് ചെയ്തേക്കണ ഭാഗത്തൂടി വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോരാനായിട്ട്. അതുപോലെ നമുക്ക് അടുത്തത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഈ നെക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ അരിയത്തിൽ കൂടെ ഒരു 1/4 ഇഞ്ചോ അതിൽ കുറവോ ആയിട്ട് ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഇതിങ്ങനെ ചെറുതായിട്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്യാം. ആം ഹോളിന്റെ അവിടെ ഇതുപോലെ തന്നെ നമ്മൾ ഈ ഷോൾഡറിന് അവിടെ ഇങ്ങനെ പിടിക്കാം. നമ്മുടെ വിരലെടുത്ത് ഷോൾഡറിന് പിടിച്ചിട്ട് ഇതിങ്ങനെ മറക്കാം. അപ്പൊ ഷോൾഡർ ഇപ്പുറത്തേക്ക് കറക്റ്റായിട്ട് പോകും. കണ്ടാ, നമുക്ക് എളുപ്പത്തിൽ നമുക്ക് മറിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഷോൾഡർ ഇങ്ങനെ പിടിക്കുക. ഇതിങ്ങനെ എളുപ്പത്തിൽ ഇങ്ങോട്ട് പോകുന്നില്ലേ. ആംബോളൊക്കെ നമ്മൾ മറിച്ചെടുത്തു. ഇനി ഇതിന്റെ മേലെ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. ഇത് ചേർന്ന് കൊടുക്കാം, അല്ലെങ്കിൽ 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടും കൊടുക്കാം. 2 രീതിയിലും നമുക്ക് കൊടുക്കാം. നമ്മളിപ്പോൾ തുണി ഇങ്ങനെ ലൈനിങ് തുണി ഇങ്ങനെ മറിച്ചെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ നെക്കിനോട് ചേർന്നാണ് ഞാനിപ്പോൾ ആദ്യം സ്റ്റിച്ച് കൊടുക്കുന്നത്.
ഇങ്ങനെ ലൈനിങ് തുണി സൈഡിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കൈ പിടിച്ച് ലൈനിങ് തുണി നമ്മൾ ബാക്കിലേക്ക് നമ്മളിങ്ങനെ വലിക്കണം. ഭംഗിയിൽ നമുക്ക് കിട്ടിയുന്നുണ്ടോ? ഒരു ചുളിവോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഏതെങ്കിലും ചെറിയൊരു ചുളിവ് ഉണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ അയൺ ചെയ്യുമ്പോൾ അത് പോയിക്കോളും. നെക്ക് കിട്ടി. ഇനി നമുക്ക് ആം ഹോൾ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ഇത് നമുക്ക് ചെയ്യാൻ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനുണ്ട്. ഇത് അടുത്ത തുണിയാണ്. നമ്മൾ ഇതിന്റെ നെക്കും ആം ഹോളും മറിച്ചടിച്ചിട്ടില്ല. ഇത് നല്ല വശമാണ്. മറിച്ചടിക്കുമ്പോൾ ഈ നല്ല വശം പുറത്തേക്ക് വരും. ഇതിന് മറിഞ്ഞു നമ്മൾ ആദ്യത്തെ കണ്ടല്ലോ. അതിന് പകരം ഞാൻ ഷോൾഡർ കൂട്ടി യോജിപ്പിക്കണം. അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഇത് മറിച്ചടിക്കണില്ല. അതിനു മുൻപ് ഞാൻ ഈ തുണി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല വശമാണ്. ഇങ്ങനെ മറിച്ചടിക്കുമ്പോൾ പുറത്തേക്ക് വരുമല്ലോ, മനസ്സിലായെന്ന് വിചാരിക്കണേ. എന്നിട്ട് ഞാൻ അടുത്ത പീസ് എടുത്തു. നമ്മൾ ഓൾറെഡി നെക്ക് ഫിനിഷ് ചെയ്ത പീസ് എടുത്തിട്ട് നല്ല വശവും നല്ല വശവും ഈ രണ്ട് നല്ല വശങ്ങൾ തമ്മിൽ നേരെ വരണം. നേരെ വരത്തക്ക രീതിയിൽ വെച്ച് ഈ ലൈനിങ് തുണി, ഈ സ്റ്റിച്ച് ചെയ്ത തുണിയുടെ ഷോൾഡർ ഭാഗത്തിന്റെ ഭാഗം ഈ ടേബിൾ മിട്ടേന തുണിയുടെ ഉള്ളിലേക്കൂടെ ഞാൻ ഇങ്ങോട്ട് കയറ്റാണ്. കയറ്റിയ മുകളിലേക്ക് എടുത്തു. കണ്ട, അതായത് ഇത് നമ്മളുടെ കയ്യിലുണ്ടായ നെക്ക് ഫിനിഷായ തുണിയാണ്. അതിന്റെ നല്ല ഷോൾഡറിന്റെ നല്ല വശവും ടേബിൾ ഇട്ട തുണിയുടെ നല്ല വശവുമാണ് ഇവിടെ കാണുന്നത്. കാരണം നമ്മൾ മറിച്ചടിച്ച് ചെയ്യുമ്പോൾ ഇത് ബാക്കിലേക്ക് പോകും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒപ്പത്തിനൊപ്പം വെക്കുക. മനസ്സിലാവാൻ വേണ്ടി ഞാൻ കാണിക്കേണ്ടത് ഇങ്ങനെ ഷോൾഡർ രണ്ടും ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു പിൻ ചെയ്യാണ് കേട്ടോ. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ അടുത്തതും ഇതുപോലെ തന്നെ ഫിനിഷായ നെക്കിന്റെ നല്ല വശവും ടേബിളും എടുക്കുന്ന തുണിയുടെ നല്ല വശമാണ് ഈ കാണുന്നത്. ഈ ലൈനിങ് തുണി പൊന്തിച്ച് വെച്ചിട്ട് ഈ ഷോൾഡർ ഇപ്പുറത്തെ ഷോൾഡറിന്റെ ഉള്ളിക്കൂടെ ഞാൻ ഫിനിഷായ നെക്കിന്റെ തുണി എടുത്തു. എന്താ ഷോൾഡറിന് തമ്മിലതേ ഫിനിഷിംഗ് നെക്കിന്റെ നല്ല വശവും ഇത് ടേബിൾ മിട്ട തുണിയുടെ നല്ല വശവുമാണ് ഈ കാണുന്നത്. ഇത് രണ്ട് തമ്മിൽ ഒപ്പത്തിനൊപ്പം വരണം. വീണ്ടും വീണ്ടും പറയാച്ചാൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെക്കുക. ഇതും ഈ പറഞ്ഞ പോലെ ഞാൻ പിൻ ചെയ്യാണ് മനസ്സിലാവാൻ വേണ്ടി. ഇപ്പോഴും സ്റ്റിച്ച് ചെയ്യണേക്കാളും മുൻപ് നമുക്ക് ഇത് നമ്മൾ വെച്ചേക്കുന്നത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പൊ വരണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം രണ്ട് നല്ല തുണികളും പിന്നെ രണ്ട് ലൈനിങ്ങും ആണ് ഇപ്പൊ വന്നേക്കണം. രണ്ട് നല്ല തുണി രണ്ട് ലൈനിങ് ആണ് ഇപ്പൊ വന്നേക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ ലൈനിങ് തുണി ഇങ്ങനെ മുകളിലേക്ക് എടുക്കാം. ഇങ്ങനെ എടുത്ത് അപ്പുറത്തേക്ക് ഇങ്ങനെ വലിക്കുക. വലിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ ഈ നെക്ക് ഇങ്ങനെ വരും. കണ്ടില്ലേ? കാരണം ഓൾറെഡി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. കാരണം നമ്മുടെ തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണില്ല. അതുപോലെ തന്നെ ഇപ്പുറത്തെ നെക്കും ഞാൻ സൂചി കുത്തിയതുകൊണ്ട് ഇടയിൽ പതുക്കെ എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സൂചി വിട്ടുപോരും. ഇതും ഇങ്ങനെ ചെയ്യും. കണ്ട, രണ്ടും ഒപ്പത്തിനൊപ്പം ഇവിടെ ഒരു സ്റ്റിച്ച് വരും, ഇവിടെ സ്റ്റിച്ച് വരും. അപ്പൊ നമ്മളുടെ ഷോൾഡറിന്റെ അവിടുത്തെ തയ്യൽ കാണില്ല. അപ്പൊ ഇപ്പുറത്തെ ലൈൻ ഇപ്പൊ ഇങ്ങനെ വന്നേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ലൈനിങ് തുണി ഉണ്ടായത് അപ്പുറത്തേക്ക് മറിഞ്ഞു പോയിട്ട് ഇവിടെ ഒരു ലൈനിങ് തുണി നല്ല തുണി വന്നു, വീണ്ടും ഒരു നല്ല തുണി ലൈനിങ് വന്നു. കണ്ടാ, ഇതിനിങ്ങനെ മറിച്ചിട്ടേക്ക് കറക്റ്റ് ആയില്ലേ? നമുക്ക് ഫ്രണ്ട് കിട്ടി, അതുപോലെ തന്നെ ബാക്ക് വശം കിട്ടി, ലൈനിങ് തുണി കിട്ടിയണ്ട. ഇവിടെ നല്ല ഷോൾഡർ നമ്മൾ കാണുന്നില്ല. അപ്പൊ നമ്മൾ വെച്ചേക്കുന്ന രീതി കറക്റ്റ് ആണെന്ന് മനസ്സിലായി. ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാട്ടിത്തരാം. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, ഈ നമ്മൾ അപ്പുറത്തേക്ക് മറിച്ച ലൈനിങ്ങിനെ ബാക്കിലേക്ക് ഇങ്ങനെ എടുക്കുക.
എടുത്തിട്ട് സൂചി എടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കാട്ടിയത്. മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇനി 2 ഷോൾഡറുകൾ തമ്മിൽ സ്റ്റിച്ച് ചെയ്യാം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ചെയ്തോളൂ. എന്നാലാണ് ഇനിയിപ്പോൾ ഞാൻ എടുക്കണതിൽ ചേഞ്ചസ് വരുത്തണമെന്ന് അറിയാൻ വേണ്ടിയാണ്. ഞാൻ ഈ സൂചി എടുത്ത് മാറ്റി സൂചി. അപ്പം വീണ്ടും പറയാണ്, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഒന്ന് മെസ്സേജ് ചെയ്തോളൂ. കാരണം എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകണില്ലെങ്കിൽ ഞാൻ പിന്നെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വരുത്താനുണ്ടെങ്കിൽ അതുകൂടി പറയാം. അപ്പോൾ ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ 2ന്റെയും സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഒപ്പത്തിനൊപ്പം വെക്കുക, ഷീറ്റ് വെക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പിന്നെടുത്ത് ഇറക്കി ഇങ്ങനെ കുത്താം. കറക്റ്റായിട്ട് വെച്ചിട്ട് വേണമെങ്കിൽ ഇറക്കി കുത്തി വെക്കുക. ഞാനിപ്പോൾ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിടാണ്. സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ലോക്ക് ഇടണം. അതുപോലെ തന്നെ ഷോൾഡർ ആയതുകൊണ്ട് ഡബിൾ സ്റ്റിച്ചും കൊടുക്കണം. നമ്മളിപ്പോൾ ഷോൾഡർ 2ഉം സ്റ്റിച്ച് ചെയ്തു. ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കാട്ടിയിരുന്ന പോലെ തന്നെ ഇത് 2 ലൈനിങ് തുണി, ഇത് 2 നല്ല തുണിയാണ് വന്നേക്കുന്നത്. ഇങ്ങനെയാണ് വന്നേക്കുന്നത്. എന്ത് ചെയ്യണം? ഏറ്റവും മുകളിലുള്ള ലൈനിങ് തുണിയിൽ ഒരെണ്ണം എടുക്കുക. ഒരെണ്ണം എടുത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ ഇട്ടു. കണ്ടില്ലേ? മറിച്ചിടുതേ. മേലെയുള്ള ആദ്യത്തെ ലൈനിങ് തുണി എടുത്ത് ഞാൻ മറിച്ചിട്ടു. എന്നിട്ട് ഈ ഷോൾഡറിനെ ഇപ്പുറത്തേക്ക് ആക്കി. കണ്ടാ? ഷോൾഡറിൽ തമ്മിൽ സ്റ്റിച്ച് ചെയ്തേക്കണ കണ്ട. നമ്മൾ തയ്യൽ തുമ്പ് ഒന്നും പുറത്ത് കാണില്ല. അതുപോലെ തന്നെ ഇപ്പുറത്തെയും 2 കൂട്ടി വലിക്കാം. വലിച്ചുമ്പോണ്ട വന്നേക്കണ കണ്ട. ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി നമ്മൾ യോജിപ്പിച്ചേക്കാം. നമ്മുടെ നല്ല വശവും ഇത് നമ്മുടെ നല്ല വശം, ഇത് നമ്മുടെ ബാക്ക് സൈഡ്. ഷോൾഡറിന് സ്റ്റിച്ചിങ് ഒന്നും ഇല്ല. ഇതൊക്കെ സ്റ്റിച്ചിങ് ഒക്കെ ഉള്ളിലേക്ക് പോയി. മനസ്സിലായെന്ന് വിചാരിക്കണേ. ഇനി നമുക്ക് നെക്കും ആം ഹോളും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ ഓൾറെഡി നമ്മളൊരു നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി ബാക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ആം ഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ ലൈനിങ് തുണി പുറത്ത് കാണാത്ത രീതിയിൽ നമുക്ക് ഈ ഒപ്പത്തിനൊപ്പം വെച്ച് ജസ്റ്റ് ഒന്ന് നെക്തുകൊണ്ട് ഇങ്ങനെ കാട്ടി കൊടുക്കാം. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അവിടെ നിന്ന് നെറ്റേക്കണ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ലൈനിങ് തുണി എങ്ങാനും കയറി വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊന്തിച്ച് ലൈനിങ് തുണിയെ ബാക്കിലേക്ക് ആക്കിയിട്ട് സ്റ്റിച്ച് കൊടുക്കുക. എപ്പോഴും നമ്മൾ നെക്കിന്റെ പോർഷൻ എപ്പോഴും പക്കിയായിരിക്കണം. കഴിഞ്ഞു. ഷോൾഡറും കഴിഞ്ഞു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 ഇഞ്ച് ഗ്യാപ്പിലേക്ക് ഒന്നുകൂടി സ്റ്റിച്ച് കൊടുക്കാം. ആം ഹോളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ടാവും. ഒന്നുകൂടി അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഭംഗിയാവും. അപ്പം ഈ നേരി ചുളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അയൺ ചെയ്യുമ്പോൾ അത് പോകും.
7 ഇഞ്ച് വീതിയുള്ള തുണി നീളമുള്ള തുണി എടുത്തേക്കാണ്. വീതി 2.5 ഉണ്ട്. ആദ്യം തന്നെ ഈ തുണിയുടെ 2 സൈഡും മടക്കിയടിക്കാം. കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ തല കയറുന്നില്ല. അതാണ് ഇതിൽ നമ്മുടെ പ്രശ്നം. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്കിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. അതിന് തന്നെ 2 ഒപ്പത്തിനൊപ്പം വയ്ക്കുക. നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ അല്ലാണ്ട് ശരിക്കും ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഞാനും ചെയ്യാൻ വിട്ടുപോയി, അല്ലെങ്കിൽ നമുക്ക് നെക്ക് കയറുന്നില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് കാട്ടിത്തരുന്നത്. ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗില്ലേ അത് പുറത്ത് കാണത്തക്ക രീതിയിൽ ഇങ്ങനെ ചെയ്യുക. കാരണം മറിച്ചടിക്കുമ്പോൾ അത് ഉള്ളിലേക്ക് പോകും. അതുകൊണ്ടാണ് ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ അടയാളപ്പെടുത്തുക. ആ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെയും കൂടി അടയാളപ്പെടുത്തുക. കാരണം സെൻറ്ററിൻ്റെ 2 സൈഡിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഈ സെൻറ്ററിൻ്റെ അപ്പുറം ഇപ്പുറം ഓരോ വര വരച്ചിട്ടുണ്ടല്ലോ, 1 പോയിന്റ് 2 പോയിന്റ് നീക്കിട്ട് അതിമുക്കോടെ ഞാൻ സ്റ്റിച്ച് ചെയ്യാണ്. ഇതിൻ്റെ സെൻറ്റർ കൂടെ കട്ട് ചെയ്യുക. ഇങ്ങനെ മടക്കി ഇങ്ങനെ എടുക്കാം. കണ്ട, മടക്കി എടുക്കുമ്പോൾ ഈ മുൾവശം ഇതേപോലെ ഇങ്ങനെ മടക്കി വെക്കുക. എന്നിട്ട് ഇതിനെ ഇങ്ങനെ മടക്കി ഉള്ളിലേക്ക് ഇങ്ങനെ എടുക്കാം. കണ്ട, ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് പതിച്ചടിക്കാം. ഇത്രേ ഉള്ളൂ. നമുക്ക് അടയാളപ്പെടുത്തണം. നല്ല തുണിയും ഒപ്പത്തിനൊപ്പം വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ആംഹോളിൻ്റെ അവിടെ ഒരു പിൻ കുത്താം. ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് വേണ്ട ചെയ്യാനായിട്ട്, കൂടി സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാം ഒരുമിച്ച് ആക്കിയിട്ട് സ്റ്റിച്ച് ഇങ്ങനെ പിൻ ചെയ്യാം. നമുക്ക് 1.5 ഇഞ്ചാണ് നമ്മളിവിടെ എടുക്കണേ. അവിടുന്ന് താഴോട്ട് പോകും തോറും 1 ഇഞ്ച്, 1/2 ഇഞ്ച്, 1/4 ഇഞ്ച് എന്ന രീതിയിലേക്ക് വരും. 1/4 ഇഞ്ച് വരണമെന്നില്ല, 1/2 ഇഞ്ച് എങ്കിലും ഗ്യാപ്പിട്ട രീതിയിലേക്കാണ് നമ്മൾ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ വരെ. നമ്മൾ പെറ്റിക്കോട്ട് നമ്മൾ ചെയ്തല്ലോ അതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വള്ളി റെഡി ആക്കിയിട്ടുണ്ടല്ലോ. ഈ 2 വള്ളി നമുക്ക് വെക്കേണ്ടത്. വള്ളി വെക്കുന്നത് വേസ്റ്റ് ഞാനിപ്പോൾ 8.5 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ട് കുട്ടിയുടെ വേസ്റ്റ് വരുന്നത്. നമുക്ക് വേസ്റ്റ് എവിടെയാണ് വരുന്നതെന്ന് അറിയില്ലെങ്കിൽ നമ്മുടെ കൈയുടെ ഈ മടക്ക് വരണില്ലേ, ഈ മടക്ക് വരുന്നത് എവിടെയാണോ ആ ഒരു അളവ് നമുക്ക് വേസ്റ്റിൻ്റെ അളവെന്ന രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ എടുത്തതാണ് കുട്ടിക്ക് 8.5 വരുന്നത്. അപ്പം ഞാൻ 8.5 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടാ, അങ്ങനെ 2 ഭാഗത്തും ഞാൻ 8.5 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാം കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8.5 ഭാഗമാണല്ലോ വരണേ. 8.5 വരുന്നത് ഈ ഭാഗത്താണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഉള്ളിൽ ഇങ്ങനെ വെക്കുകയാണ്. ഇങ്ങനെ ഞാൻ ഉള്ളിലേക്കായിട്ട് വെക്കണം, പുറത്തേക്കല്ല ഇടണേ, ഉള്ളിലേക്ക് ഇങ്ങനെ ഞാൻ വെച്ചിട്ട് മനസ്സിലായോ ഞാൻ വെച്ചത്? നല്ല തുണി, 2 നല്ല തുണികളുടെയും സെൻറ്ററിൽ ഈ 8.5 എവിടെ വരുന്ന അവിടെയാണ് ഞാൻ ഈ വള്ളി കെട്ടാനുള്ള ബോയ്ക്കുള്ള ഇത് ഞാനിവിടെ വെക്കുന്നത്. ഇവിടെ നിന്ന് കറക്റ്റ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എവിടെ വരണം അവിടെ അടയാളപ്പെടുത്താം. അതുപോലെ ഇവിടെയും കറക്റ്റ് 1.5 ഇഞ്ച് എവിടെ വരണം നോക്കിയിട്ട് അവിടെ അടയാളപ്പെടുത്താം. ഇവിടുന്ന് ഇങ്ങോട്ട് താഴേക്ക് ഇങ്ങനെ അടിച്ചു വരും തോറും 1.5 എന്നുള്ളത് 1 ആവും, 1.5 1.25, 1.25 1/2 എന്ന രീതിയിൽ ഇങ്ങനെ അടിച്ചു വരാണ്.
കേട്ടാ. ഞാൻ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, ഇവിടത്തോളം വരുന്നില്ല, അങ്ങനെ ചെരിച്ചടിച്ചു വരാം. ഇപ്പൊ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യം നമ്മൾ ഈ 2 സൈഡും ഒരിത്തിരി ചെരിച്ച് വെട്ടും. ചെരിച്ച് വെട്ടണം. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് മടക്കാം. മടക്കി ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇങ്ങനെ ഒപ്പത്തിനൊക്കെ മടക്കി ഒരടി അടിക്കാം, സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇനി ഇങ്ങനെ അടിവശം നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ, എന്നിട്ട് നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അരികത്തോടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ചുരിദാറിനൊക്കെ കണ്ടിട്ടില്ലേ, താഴത്തെ ഈ ഇവിടെ 2 സ്റ്റിച്ച് ഇതുപോലെ ഇതിൻ്റെ അടിക്കൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുകയാണെങ്കിൽ നല്ലത്. കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കൊടുക്കുകയാണെങ്കിൽ നല്ലത്. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചുളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലത് അയൺ ചെയ്യുമ്പോൾ അത് മാറിപ്പോകും കേട്ടോ. നമുക്ക് ഹുക്ക് ഫിറ്റ് ചെയ്യാം. ഇതാണ് ഹുക്ക്. എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, നൂലിനെ ആദ്യം 2 ലെയറായിട്ട് എടുക്കാം. നമ്മൾ സാധാരണ നൂല് കോർക്കണ പോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള നൂലെടുക്കാം. ആദ്യം 2 എടുക്കാം. ആ 2 ഏഴായിട്ട് എടുത്ത നൂലിന് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അവിടെ കോർക്കാം. കോർത്ത് കഴിയുന്ന 2 എന്നുള്ളത് 4 ഏഴ് കണ്ട. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ചൂന്നിങ്ങനെ കാട്ടുമ്പോൾ കിട്ടി വരും. കണ്ടോ? കണ്ടു ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ നൂല് പിടിക്കുക. ഇങ്ങനെ നൂല് പിടിച്ച് ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാട്ടി കഴിഞ്ഞാല് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇടാം. ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് വരും. ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് അടിയിന്ന് മുകളിലേക്ക് ഇങ്ങനെ കുത്തിയെടുക്കാം. വീണ്ടും അടിയിന്ന് മുകളിലേക്ക് കുത്തിയെടുത്ത് ഒരു കെട്ടിടാം. ആ ഭാഗത്ത് തന്നെ 2 3 പ്രാവശ്യം അടിയിൽ നിന്ന് മുകളിലേക്ക് എടുത്ത് ചെയ്യാം. ഇങ്ങനെ ആദ്യം തന്നെ ഇതിൻ്റെ
എവിടെ വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ അടിക്കോട് ഇങ്ങനെ കുത്തിയെടുക്കുക. എടുത്തില്ലേ? എന്നിട്ട് ഇതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും ഇവിടെ തന്നെ നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇതേപോലെ അടിയിൽ ഇങ്ങനെ കുത്തിയെടുക്കുക. വീണ്ടും ഈ നൂലിനെ ഇങ്ങനെ കാട്ടി നോട്ടിട്ടു. എന്നിട്ട് ഇതെവിടെ വരണം നോക്കാം. ഏത് ഭാഗത്താണ് വരണ്ടേന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അടീന്ന് കുത്തിയെടുക്കുക, മേലോട്ട് എടുക്കുക. അങ്ങനെ 2-3 തവണ ചെയ്യാം. ഞാൻ 2-3 പ്രാവശ്യം കുത്തിയെടുത്തിട്ടുണ്ട്. ഈ സൂചിയുടെ ബാക്ക് സൈഡ് കൊണ്ട് ഇങ്ങനെ കാട്ടാം. കാട്ടിയിട്ട് ഈ വരുന്ന ലൂപ്പ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ചെയ്യാം. താഴെന്ന് സൂചിയുടെ ബാക്ക് സൈഡ് കൊണ്ട് ഇങ്ങനെ കുത്തിയെടുക്കുക. അപ്പോൾ ഒരു ലൂപ്പ് പോലെ വരും. ഉള്ളിക്കോട് ഇങ്ങനെ കടത്തി നേരത്തെ കെട്ടിയിട്ടുണ്ട്, തൊട്ടിപ്പുറത്ത് കെട്ടിടാം. വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യാം.